നമുക്ക് പോകാം അടുത്ത വാർത്തയിലേക്ക്. ദേശീയ പണിമുടക്കിനെ പിന്തുണച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ പോസ്റ്റിന് പിന്നാലെ എതിർപ്പുമായി ശശി തരൂർ MP. പ്രതിഷേധിക്കാനുള്ള അവകാശത്തെ മാനിക്കുമെങ്കിലും നിർബന്ധിത തടസ്സപ്പെടുത്തലിനെ എതിർക്കുന്നുവെന്ന് എക്സിൽ തരൂർ കുറിച്ചു. പ്രധാനമന്ത്രി കർഷകരുടെയും തൊഴിലാളികളുടെയും ശബ്ദം കേൾക്കുമോ എന്നാണ് രാഹുൽ ഗാന്ധി രാവിലെ ചോദിച്ചത്. വിവരങ്ങളുമായി ശരത് ലാൽ ഉണ്ട് ഡൽഹിയിൽ നിന്ന്. ശരത്ത്, ഇക്കാര്യത്തിലും തരൂരിൻ്റെതായ നിലപാട് പറയുന്നു. അത് രാഹുൽ ഗാന്ധിക്ക് എഗ്നിസ്റ്റ് ആയിട്ടാണെങ്കിലും അക്കാര്യങ്ങൾ തന്നെ പറഞ്ഞു വെച്ചുകൊണ്ട് തരൂർ എന്തൊക്കെയാണ് എക്സിൽ കുറിച്ചിട്ടുള്ളത്? സംഗീത, വളരെ വ്യക്തമായി തന്നെയാണ് ശശി തരൂർ ഇക്കാര്യത്തിൽ തന്റെ നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്, പക്ഷേ നിർബന്ധിത തടസ്സപ്പെടുത്തലുകളും അത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സംഭവ വികാസമായി മാറുന്നു, ഭാരത് ബന്ദ് കേരള ബന്ധായി മാറുന്നു എന്ന രീതിയിലുള്ള പരിഹാസവും കൂടി അദ്ദേഹം തന്റെ സാമൂഹിക മാധ്യമത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് വളരെ വ്യക്തമായി നേരത്തെ രാവിലെ കോൺഗ്രസ് അടക്കമുള്ള മല്ലികാർജ്ജുന ഖാർഗെ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ പണിമുടക്കിനെയും അല്ലെങ്കിൽ സർക്കാരിന്റെ ലേബർ കോഡിനെതിരെയും ലേബർ ബില്ലിനെതിരെ ശക്തമായി പ്രതിഷേധിച്ച ശേഷമാണ് ഇത്തരമൊരു പോസ്റ്റുമായിട്ട് ശശി തരൂർ വരുന്നത് എന്നാണ്. ഈ പ്രതിഷേധത്തിൽ ശശി തരൂർ പങ്കെടുത്തിരുന്നില്ല, അദ്ദേഹത്തിന് കാല് സുഖമില്ലാത്തതുകൊണ്ടാണ് പങ്കെടുക്കാത്തത് എന്നായിരുന്നു കോൺഗ്രസ് നേതാക്കൾ നൽകിയ വിവരം. അതിനുശേഷമാണ് ഇത്തരമൊരു പോസ്റ്റുമായിട്ട് ശശി തരൂർ രംഗത്ത് വരുന്നത്. കാരണം ഇത്തരമൊരു നടപടി നിർബന്ധിതമായ ഒരു കേരളത്തെ സംബന്ധിച്ചുള്ള നിർബന്ധിതമായ ഒരു തടസ്സപ്പെടുത്തലാണ്. ഇത്തരം തടസ്സപ്പെടുത്തലുകൾ താൻ ഒരിക്കലും അംഗീകരിക്കുക, അത് ജനാധിപത്യ വിരുദ്ധമാണ് എന്നതാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ ഉള്ളടക്കം. എന്നാൽ രാഹുൽ ഗാന്ധി ആവട്ടെ, ഇത് തൊഴിലാളികളുടെ പ്രശ്നങ്ങളാണ്, തൊഴിലാളികളുടെ ഭയമുണ്ട്. കാരണം തൊഴിലാളികൾക്ക് ഈ ലേബർ കോഡുകൾ അവരുടെ അവസരം അല്ലെങ്കിൽ അവരുടെ സുരക്ഷിതത്വം നഷ്ടപ്പെടുമോ എന്ന ഭയമുണ്ട്. ഈ ഇന്ത്യ US കരാർ പോലും തൊഴിലാളികൾ ഭയത്തോടെയാണ് കാണുന്നത് എന്നടക്കമുള്ള വളരെ കൂടുതൽ പോസിറ്റീവായ ഒരു പിന്തുണയാണ് ദേശീയ പണിമുടക്കിന് രാഹുൽ ഗാന്ധിയും അതുപോലെ ദേശീയ കോൺഗ്രസ് നേതൃത്വവും നൽകിയത്. ആ സമയത്താണ് ശശി തരൂർ ഇത്തരം ഒരു പോസ്റ്റുമായി താൻ ഈ കേരളത്തിലെ ദേശീയ പണിമുടക്കിനെ രൂക്ഷ ഭാഷയിൽ തന്നെ വിമർശിക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിലേക്ക് തന്റെ എക്സ് പോസ്റ്റ് അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമത്തിലെ പോസ്റ്റുമായി രംഗത്ത് വന്നിരിക്കുക. ഏതായാലും ശശി തരൂർ തന്റെ നിലപാട്, രാഹുൽ ഗാന്ധി നിലപാട് പറഞ്ഞാലും കോൺഗ്രസ് നിലപാട് പറഞ്ഞാലും താൻ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കും എന്ന ഒരു സന്ദേശം തന്നെയാണ് ശശി തരൂർ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. സംഗീത, ശരി ശരത്.